ഫിൻഫോളിയോ മാർക്കറ്റ് മിനിറ്റ്സിലേക്ക് സ്വാഗതം. ഇത് ഗിരീഷ് കുമാർ. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് SIPയിൽ മാർക്കറ്റിലെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയിൽ മാറ്റം വരാറുണ്ടോ? അതായത് മാർക്കറ്റ് ഉയർന്നു പോകുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാറുണ്ടോ? അത്തരത്തിലൊരു സംവിധാനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലതല്ലേ? ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്ലാനിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ വിശിഷ്യ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ SIPയിൽ വാല്യൂ സിപ്പ്, ഫ്ലെക്സ് സിപ്പ്, ബൂസ്റ്റർ സിപ്പ് എന്നീ രീതിയിൽ ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അവതരിപ്പിക്കുന്ന ഒരു നൂതനമായ ഒരു പദ്ധതിയാണ് ഞാൻ ഈ പറഞ്ഞ SIP ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 10,000 രൂപ SIP ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് വോളാറ്റിലിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാർക്കറ്റിൽ ഒരുപാട് കയറ്റിറക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് തുടർച്ചയായിട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും നിലവിലുള്ള SIP പ്രകാരം എല്ലാ മാസവും 10,000 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലോ? അപ്പോൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി മാർക്കറ്റ് വോളാറ്റിലിറ്റിക്ക് അനുസരിച്ച് മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ മാക്സിമം 7 ടൈംസ് വരെ, അതായത് 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ 70,000 രൂപ വരെ ചില മാസങ്ങളിൽ നമുക്ക് SIP എടുക്കും. മാർക്കറ്റ് ഉയർന്നു പോവുകയാണെങ്കിൽ മാക്സിമം 50% വരെ താഴാം, അതായത് 5,000 രൂപ വരെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരത്തുള്ളൂ. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഈ വാല്യൂ SIP, ഫ്ലെക്സ് SIP അല്ലെങ്കിൽ ബൂസ്റ്റർ SIP എന്നെല്ലാം പേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചെയ്യുന്നത്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൻ്റെ ഹൈ വൊളാറ്റിലിറ്റി ഉള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു രീതിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത വാല്യൂ SIP എന്നുള്ള ഒരു രീതി, അതുപോലെ തന്നെ STP, വാല്യൂ STP എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതായത് ഒരു ലംസം തുക നമുക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് കയറ്റിറക്കങ്ങളുണ്ട്. നമ്മുടെ കയ്യിലൊരു ലംസം എമൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു ലംസം എമൗണ്ട് നമ്മൾ ലിക്വിഡ് ഫണ്ടുകളിലേക്ക് മാറ്റി വയ്ക്കുകയും, ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ താരതമ്യേന ഗവൺമെൻറ് ബോണ്ടുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. താരതമ്യേന ലീസ്റ്റ് റിസ്ക് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു. അതിൽ നിന്നും നമുക്ക് STP, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്രകാരം ഹൈ റിസ്കി ഹൈ റിട്ടേൺ പ്രൊഡക്റ്റുകളായ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക്, ഡയറക്റ്റ് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് കൂടുതൽ എമൗണ്ട്, മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ കൂടുതൽ എമൗണ്ടും, മാർക്കറ്റ് കുറഞ്ഞ് വരുമ്പോൾ, മാർക്കറ്റ് കൂടി വരുമ്പോൾ കുറച്ച് എമൗണ്ടും ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് പ്ലാൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ വാല്യൂ SIP അതുപോലെ തന്നെ വാല്യൂ STP നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അത് തികച്ചും നൂതനമായ ഒരു രീതിയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഫിൻഫോളിയോ. താങ്ക് യു വെരി മച്ച്.